ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഡൽഹിയിലെ ചില ബിസിനസ് സാധ്യതകളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ സ്ട്രീറ്റാണ്. ഞാനിത് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഇവിടെ നല്ല ഹോണടിയാണ്, വാഹനങ്ങളുടെയൊക്കെ ഹോണടിയാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല, അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഡൽഹിയിലെ ബിസിനസ് സാധ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ ധാരാളം മാർക്കറ്റുകളുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ഈ കിടക്കുന്ന പോലത്തെ ഷൂസ് കാര്യങ്ങളെല്ലാം കിട്ടണം. ഇത് ഇവർ സെല്ല് ചെയ്യണം 350-400 രൂപയ്ക്കൊക്കെയാണ്. ഇതെല്ലാം ഫേക്കാണ്, ഒറിജിനൽ പ്രൊഡക്റ്റുകളുടെ സെയിം മോഡലിൻ്റെ ഫേക്കാണ്. ഇന്ദ്രലോക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഷൂസ് കാര്യങ്ങൾ കിട്ടും. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവർ വിൽക്കും. ഈ ഡൽഹിയിലെ ഈ ജുമാ മസ്ജിദിൻ്റെ അവിടെ, അതുപോലെ തന്നെ ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്, സദർ ബസാർ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്, കരോൾ ബാഗ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെ മാർക്കറ്റിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. പല ഐറ്റംസ് ഫാഷൻ പ്രൊഡക്റ്റുകളാണ്, ഷൂസ് ഡ്രസ്സൊക്കെയാണ് അധികം നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നത്. ഇതെല്ലാം നമ്മളുടെ ഇതാണ്, തോർത്താണ്, മൈക്രോ ഫൈബർ, ശരിക്ക് വെള്ളം വലിച്ചെടുക്കുന്നത്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. 100 രൂപയ്ക്കൊക്കെയാണ് ഇവർ സെല്ല് ചെയ്യണത്. അപ്പോൾ നല്ല ഒരു 50% ആണ് മിക്കപ്പോഴും ഇവരുടെയൊക്കെ പ്രോഫിറ്റ് മാർജിൻ. അതായത് 50 രൂപയ്ക്കായിരിക്കും അവർക്ക് കിട്ടുക, അവരത് 100 രൂപയ്ക്കൊക്കെ സെല്ല് ചെയ്യും. 50%, 100% ആ റേഞ്ചിൽ വരും. ഇവിടെ വന്നുവെങ്കിൽ ഗേറ്റ് നമ്പർ 2 ഇറങ്ങിയാൽ മതി. മെട്രോ സ്റ്റേഷൻ ഡൽഹി ജുമാ മസ്ജിദ് സ്ട്രീറ്റിൽ വന്നുവെങ്കിൽ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 2 എക്സിറ്റ് ആവണം. ഇത് നമ്മുടെ ആപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിലൊക്കെ ഓരോരുത്തർ വന്നിങ്ങനെ വിൽക്കും 1000, 1200. അത് നമ്മളിങ്ങനെ ചവിട്ടി കുറച്ച് ചിലപ്പോൾ 300 രൂപയ്ക്കും അതിന് താഴെ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ഒറിജിനലല്ല, എത്ര നാൾ നിൽക്കും. ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളുടെ ഒരു പ്രശ്നം അതാണ്, എത്ര നാൾ നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ലോഗോയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ അതൊന്നും ഒറിജിനൽ അല്ല. പിന്നെ ഡൽഹിയിൽ വരുന്നവർക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ മാർക്കറ്റിലേക്കും മെട്രോ ഉണ്ട്. ഡൽഹിയിലെ ഓരോ കോർണറിലേക്കും നമുക്ക് മെട്രോ കിട്ടും. അപ്പോൾ ഏത് മാർക്കറ്റിലാണോ നിങ്ങൾ വരുന്നത് അവിടെ നിങ്ങൾക്ക് മെട്രോയിൽ വന്നിറങ്ങാം. പ്രത്യേക ബസ്സോ ടാക്സിയോ ഒന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ സ്ഥലത്തേക്കും മെട്രോ കണക്റ്റഡ് ആണ്. മെട്രോയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും പോകാം. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, ഇത് ഞാൻ ഒരുപാട് സെല്ല് ചെയ്തേക്കുന്നതാണ്. റീസെല്ലിങ് കീ ഹോൾഡറാണ്, നമുക്ക് ചുമരിൽ ആണി അടിച്ച് കീസൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഡ്രസ്സ് ഐറ്റംസാണ് നമ്മൾ അധികവും കാണുന്നത് ഡൽഹിയിൽ. ഡൽഹിയിലെ പ്രൊഡക്റ്റുകൾ അധികം ഉപകാരപ്പെടുന്നത് ഷോപ്പൊക്കെ നടത്തുന്ന ആളുകൾക്കാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോപ്പൊക്കെ തുടങ്ങുന്ന ആളുകൾ വളരെ വിലക്കുറവിൽ നമുക്ക് ഡൽഹിയിൽ വന്ന് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൽഹിയിൽ കുറച്ച് പറ്റിപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് ജെന്യുവിനായിട്ടുള്ള ആളുകളെന്ന് പറയാൻ പറ്റില്ല. ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ പേഴ്സ് കാര്യങ്ങളെല്ലാം സെക്യൂർ ആക്കി വെക്കുക. അതായത് സൈഡ് പോക്കറ്റിന് സിബുള്ള പാൻസ് നിങ്ങൾ ധരിക്കാൻ നോക്കുക. സൈഡ് പോക്കറ്റിന് സിബുള്ള, അതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റടി പോലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സിബ് ഉണ്ടെങ്കിൽ സിബ് തുറന്ന് അതെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആയതുകൊണ്ട് ഈ പോക്കറ്റ് അടിക്കുന്ന ആളുകൾ അധികം ഈസി ടാർഗറ്റുകളെയാണ് ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ സിബുള്ള പാൻറ്റാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. മെട്രോയിലൊക്കെ ചില സമയത്ത് നല്ല തിരക്കായിരിക്കും, അപ്പോൾ നമുക്ക് എല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ സിബുള്ളൊരു പാൻറ്റാണെങ്കിൽ കുറച്ചും കൂടി സെക്യൂറാണ്. അവർ അധികം ഈസി ടാർഗറ്റുകളെ നോക്കി പോകും. കണ്ടില്ലേ, ഇവിടെയൊക്കെ ടർക്കിയാണ് അധികം സെല്ല് ചെയ്യണത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചോർ ബസാർ ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവില്ല, അന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ ഷൂസ് വന്നിട്ട് ഇട്ട് നോക്കുന്നുണ്ട്, പല പ്രൊഡക്റ്റുകൾ. ഇത് ഷൂസ് കണ്ടില്ലേ, ഇത് 400 രൂപയ്ക്കാണ് ഇവിടെ സെല്ല് ചെയ്യണത്. ഇത് ജസ്റ്റ് ഇവിടുത്തെ അധികം ആളുകളും ജസ്റ്റ് യൂസ് ചെയ്യുക, കളയുക, യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇടുക കളയുക. അത് ക്വാളിറ്റി ഒന്നും ഇവർക്ക് വലിയ പ്രശ്നമല്ല, എല്ലാം യൂസ് ആൻഡ് ത്രോ ആണ്. അതുകൊണ്ടാണ് ഇത്ര ചീപ്പ് റേറ്റിൽ കിട്ടുന്നത്. ഷോപ്പൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടും. എന്നാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം കിട്ടും. ഡയറക്റ്റ് ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തില്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടുതലായിരിക്കും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 4ഉം ഹോൾസെയിലേഴ്സ് കൂടി വലിയ കണ്ടെയ്നറിൽ ഇറക്കണതുകൊണ്ട് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി വരെ നമുക്ക് ആ ചൈനയിലെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ കിട്ടും. പല മാർക്കറ്റുകളുണ്ട്. അത് ഏതാണോ നിങ്ങളുടെ ഇൻഡസ്ട്രി, ഏതാണോ നിങ്ങളുടെ മേഖല, അത് അനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. എല്ലാത്തിനും ഡൽഹിയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ചില പ്രൊഡക്റ്റുകൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ തന്നെ കിട്ടും. ഇപ്പോൾ ടീഷർട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ വരണമെന്നില്ല, നമുക്ക് തിരുപ്പൂരും അവിടെയൊക്കെ കിട്ടും. പക്ഷേ ഡൽഹിയിൽ ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, കൊറിയൻ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഡൽഹിയിലുണ്ട്. ജുമാ മസ്ജിദ് സ്ട്രീറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്.
ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക ഒരു യൂണിറ്റൊക്കെ ആയിട്ട് എടുക്കാനാണ് അധിക സമയം ഇത് ഉപകാരപ്പെടാം. ഇവിടെ വന്ന് നമുക്ക് എടുത്ത് ബിസിനസ് ചെയ്യണേലും ഭേദം നിങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റുകൾ അപ്രോച്ച് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും. അത് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വഴി നിങ്ങൾക്ക് കേരളത്തിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. ധാരാളം കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ഇവർ വോളിയത്തിൻ്റെ ഗെയിമാണ്. അതായത് ചെറിയ പ്രൈസിനാണ് വിൽക്കണമെങ്കിലും ഒരുപാട് ഫുഡ് ട്രാഫിക് ഉണ്ടല്ലോ. അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് കയറി ഇറങ്ങി 10,000 കണക്കിന് കസ്റ്റമേഴ്സ് പോകുന്നതുകൊണ്ട് ചെറിയ ലാഭത്തിന് വിറ്റാൽ പോലും ഓർഡറിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് അവർക്ക് നല്ല ലാഭം ആയിരിക്കും. ഈ ചെറിയ ഷോപ്പുകൾക്കൊക്കെ നല്ല ലാഭമായിരിക്കും ഇവർ സെല് ചെയ്യണത്. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് നമ്മളിപ്പോൾ ഒരു ഹോൾസെയിലറുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്തു, പക്ഷെ അടുത്ത തവണ ചെല്ലുമ്പോൾ അയാളുടെ അടുത്ത് ആ സെയിം മോഡലും സെയിം ഡിസൈനൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം നിങ്ങൾ ഓൺലൈനിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുത്തു, കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെട്ടു, അവർ വീണ്ടും ആ സെയിം മോഡലും സെയിം ഡിസൈൻസും നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് വന്നു, എങ്ങനെ ആയിക്കോട്ടെ, ഓൺലൈനിൽ ഒരുപാട് കസ്റ്റമേഴ്സ് സെയിം മോഡലിന് റിക്വയർമെൻറ്റ് പറയാൻ നേരത്ത് അവിടെ ഓൾറെഡി നമുക്ക് മണി മേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് അത് നല്ലൊരു പ്രോബ്ലമാണ്. നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണില്ല. പക്ഷേ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. ഇനി പ്രൊഡക്റ്റ് കണ്ടെത്തിയാൽ മാത്രം മതി. അധിക സമയത്തും ഈ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് ഈ സെയിം മോഡലൊന്നും ഉണ്ടാവില്ല. അവർ ഈ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടി ബൾക്കായിട്ട് വെക്കണതാണ്. എല്ലാ സമയത്തും സെയിം കിട്ടിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് കിട്ടാം. ഇവിടെ നമുക്കുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മാനുഫാക്ചററെ കണ്ടുപിടിക്കണം. ആ പ്രൊഡക്റ്റ് ആരാണ് മാനുഫാക്ചർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഞാൻ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ഇന്ത്യ മാർട്ടിൽ കയറാം. ഇന്ത്യ മാർട്ടിൽ കയറിയിട്ട് ഏത് പ്രൊഡക്റ്റാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ മാനുഫാക്ചേഴ്സിനെ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. ആ ലൊക്കേഷനിൽ പോയി നമുക്ക് മാനുഫാക്ചററെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഈ മാനുഫാക്ചേഴ്സൊക്കെ അധിക സമയത്തും ഇതിൻ്റെ അടുത്ത പരിസരങ്ങളിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഡൽഹി മാർക്കറ്റുകളിൽ ചിലപ്പോൾ മാനുഫാക്ചേഴ്സിനെ എല്ലാം കണ്ടോളണമെന്നില്ല. അതിൻ്റെ അടുത്ത പരിസരങ്ങളിൽ കിട്ടും. ഇപ്പോൾ പാനിപ്പത്ത് പോലെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങൾ. ഇപ്പോൾ ഷൂസൊക്കെ ഓരോരോ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ ആഗ്രയിലൊക്കെ ഷൂസ് മാനുഫാക്ചറിങ് ഉണ്ട്, ചെരുപ്പ് മാനുഫാക്ചറിങ്, അങ്ങനെ പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കും പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ബ്രാൻഡൊക്കെ തുടങ്ങുന്നവർ ഡയറക്റ്റ് മാനുഫാക്ചറെ അപ്രോച്ച് ചെയ്യാനായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ടാഗൊക്കെ അടിക്കണമെങ്കിൽ ഹോൾസെയിലറെ കൊണ്ട് സാധിക്കില്ലല്ലോ. ഇനീഷ്യലി നിങ്ങൾക്ക് ഹോൾസെയിലിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ലോങ് ടൈമിലൊക്കെ ചെയ്യുന്നവർക്ക് മാനുഫാക്ചറെ കണ്ടെത്താം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുക്ക് മാർക്കറ്റാണ്. ദരിയാഗഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ കിലോഗ്രാമിനൊക്കെ നമുക്ക് ബുക്ക് കിട്ടും. ഫേമസ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. റീഡിങ് ഹാബിറ്റ് ഉള്ളവർക്ക് ഇവിടെ വരാം. അപ്പോൾ ഇതാണ് ഡൽഹിയിലെ ചെറിയ വിശേഷം. ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഡൽഹിയിൽ. പല പ്രൊഡക്റ്റുകളും പല മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടെല്ലാം എടുക്കുക ഇവിടെ വന്നെടുക്കുന്നവർ. അല്ലാത്തവർക്ക് നേരിട്ട് ഇന്ത്യ മാർട്ടൊക്കെ പോലുള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഡൽഹിയിലെ ചെറിയൊരു വിശേഷം.